ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈസിയായും ഹെൽത്തിയായും ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചക്കായ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പച്ചക്കായ തോരന് വേണ്ടി ഒരു മീഡിയം സൈസ് പച്ചക്കായ, കറിവേപ്പില, 2-3 വെളുത്തുള്ളി, അല്പം തേങ്ങ, 2 പച്ചമുളക്, ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. പച്ചക്കായ തോല് കളഞ്ഞ് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ച് മഞ്ഞൾ വെള്ളത്തിൽ ചേർത്ത് വെച്ചതാണിത്. പച്ചക്കായ കറുപ്പ് നിറമാവാതിരിക്കാൻ വേണ്ടിയാണ് മഞ്ഞൾ വെള്ളത്തിൽ ചേർത്ത് വയ്ക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായ ശേഷം നമ്മുടെ ഒരു പച്ചക്കായക്ക് ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് കടുകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് കടുക് ചേർക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലിനി കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്ത ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. അതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കണം. നന്നായി വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പച്ചക്കായ വെള്ളം വാർത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾ ചേർത്ത് വച്ചത് കൊണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഇതിലേക്ക് മഞ്ഞൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. നന്നായിട്ടത് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സാധാരണ തോരനെ അപേക്ഷിച്ച് നമുക്ക് ഒരു കറിയില്ലെങ്കിലും നമുക്ക് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദുള്ളൊരു തോരനാണ്. ഇതിലേക്ക് നമ്മൾ ഇനി അല്പം വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ പച്ചക്കായ വേവാൻ ആവശ്യമായ വെള്ളം, ഒത്തിരി വെള്ളം ആവശ്യമില്ല. ഒരല്പം വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിച്ച ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മുടെ പച്ചക്കായ്ക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം സിമ്മിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ഇടയ്ക്കിടെ തുറന്ന് പച്ചക്കായ ഇളക്കി കൊടുക്കാൻ
മറക്കരുത്. അതിൻ്റെ പച്ചക്കായ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഞാനത് മുമ്പ് കാണിച്ചിട്ടില്ല. നമ്മുടെ തോരൻ്റെ മെയിൻ സ്വാദെന്ന് പറയുന്നത് ഇതാണ്. ഒരു 1/4 ടീസ്പൂണോളം ജീരകം പൗഡർ. നമ്മുടെ തോരന് നല്ലൊരു സ്വാദ് കൊടുക്കാൻ വേണ്ടി ഇതിന് സാധിക്കും. അപ്പോൾ ഈ ജീരകം പൗഡർ ചേർത്ത്, ഇത് ഞാൻ ജസ്റ്റ് ജീരകം മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചതാണ്, ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അത് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.